UK തലസ്ഥാനത്തെ 8 റോയൽ പാർക്കുകളിൽ ഒന്നായ ഹൈഡ് പാർക്ക് ലണ്ടൻ നിവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരു ജനപ്രിയ ലക്ഷ്യസ്ഥാനമാണ്. 350 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ സെർപെന്റൈൻ തടാകം, സ്പീക്കേഴ്സ് കോർണർ, ഡയാന വെയിൽസ് രാജകുമാരി മെമ്മോറിയൽ ഫൗണ്ടെയിൻ എന്നിവയുൾപ്പെടെ നിരവധി പ്രശസ്ത ലാൻഡ്മാർക്കുകൾ ഇതിലുണ്ട്. ഇതിന്റെ പേര് ജോയ് ഓഫ് ലൈഫ് ഫൗണ്ടെയിൻ എന്നാണ്. വെള്ളമുള്ളപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും. ഇന്നത്തെ കാഴ്ച ലണ്ടനിലെ ഹൈഡ് പാർക്കിലെ വിന്റർ വണ്ടർലാൻഡ്. ലണ്ടൻ റെയിൽസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇവിടെ വർഷത്തിലൊരിക്കൽ ഏറ്റവും തണുപ്പേറിയ മാജിക് ടൈമിൽ പലരും ആസ്വദിക്കുന്ന ഇവിടുത്തെ ഒരു ഉത്സവമാണ് വിന്റർ വണ്ടർലാൻഡ്. നമ്മളിപ്പോൾ പുറത്തു നിൽക്കുന്നേ ഉള്ളൂ. 2007 മുതൽ ഹൈഡ് പാർക്ക് വിന്റർ വണ്ടർലാൻഡ് ലണ്ടൻ നിവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരേപോലെ ഫെസ്റ്റിവൽ വൈബ് പ്രദാനം ചെയ്യുന്നു. ഒരു ഓപ്പൺ എയർ ക്രിസ്മസ് മാർക്കറ്റായി തുടങ്ങി ഇപ്പോൾ അനേകം അത്ഭുത കാഴ്ചകളുടെ ഒരു വലിയ ഇടമായി മാറി. പ്രവേശനം ഒരു ടിക്കറ്റിന് £5 അടച്ച് ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്. അകത്തുള്ള റൈഡുകളോ ഫുഡ് സ്റ്റാളിലോ മറ്റോ £25 ഒരാൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ടിക്കറ്റ് ഫീ ഇല്ലാതെ സൗജന്യമായി കയറാൻ പറ്റുമെന്നൊരു ഓഫർ കൂടിയുണ്ട്. ഈ പരിപാടി നവംബർ 21 വ്യാഴാഴ്ച ആരംഭിച്ചതാണ്. പുതിയ വർഷം ജാനുവരി 5 ഞായറാഴ്ചയോടെ അവസാനിക്കും. ഏകദേശം ഈ സമയത്ത് എല്ലാ വർഷവും ഈ പരിപാടി ഇവിടെ കാണും. ദി അൾട്ടിമേറ്റ് ക്രിസ്മസ് ഡെസ്റ്റിനേഷൻ ഇൻ ദ ഹാർട്ട് ഓഫ് ലണ്ടൻ, ഇങ്ങനെയാണ് ഇതിനെപ്പറ്റി ഇതിന്റെ നടത്തിപ്പുകാരുടെ അഭിപ്രായം. തെറ്റു പറയാനൊക്കില്ല, അത്രയ്ക്ക് മനോഹരമാണ്. അകത്ത് കയറിയാൽ എവിടെ എന്താണെന്ന് ഒരു പിടിയും കിട്ടില്ല. അതിനു വേണ്ടിയുണ്ട് ഐറ്റംസ്, ഒപ്പം തിരക്കുകളും. ഒരുപാട് ഫുഡ് സ്റ്റാളുകൾ, റൈഡുകൾ. ഇവിടെ ഇത് ഓട്ടോഡ്രോം കാറുകളുടെ ബമ്പർ റൈഡാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ബമ്പർ കാറുകൾ ഓടിച്ച് ഇടിച്ചു കളിക്കുന്നു. കൊച്ചു കൊച്ചു പിണക്കങ്ങൾ ഇങ്ങനെ ഇടിച്ചു തീർക്കാം. പിണക്കമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടിക്കുന്നില്ല. ഇറ്റ്സ് എ സ്മോൾ വേൾഡ് ഓഫ് അഡ്വഞ്ചർ എന്നെഴുതിയ ഈ സ്റ്റോളിന്റെ മുകളിൽ ഇന്ത്യയുടെ ഉൾപ്പെടെ കുറെ രാജ്യങ്ങളുടെ ഫ്ലാഗ് പാറിക്കളിക്കുന്നുണ്ട്. സ്നോബോൾ ഫൺ ഫോർ ഷൂട്ട്. ഇവിടെ ബോൾ എറിഞ്ഞ് ഗിഫ്റ്റുകൾ സ്വന്തമാക്കാവുന്ന ഗെയിമാണ്. 2 ബോൾ £5, 5 ബോൾ £10, 11 ബോൾ £20. പാവക്കുട്ടിയെ കിട്ടും. ഇവിടെ കണ്ടോ, ഇങ്ങനെ കറങ്ങുന്ന ഒന്ന് കണ്ടിട്ട് തന്നെ തല കറങ്ങുന്നു. മോനാണെങ്കിൽ കയറാൻ വേണ്ടി ട്രൈ ചെയ്തു. ഒരു നീട്ടിയ മൂളലിട്ട് അവിടെ നിന്ന് തടി തപ്പി. അപ്പൊ വേണ്ട അടുത്ത് വന്നു. ഒന്ന് മാറുമ്പോ ഒന്നുണ്ട്. മാജിക് ഐസ് കിങ്ഡം അതിന്റെ പുതിയ തീം അവതരിപ്പിക്കുന്നു. ആലീസ് അഡ്വഞ്ചേഴ്സ് ഇൻ വണ്ടർലാൻഡ്. 500 ടണ്ണിലധികം മഞ്ഞിൽ നിന്നും രൂപകൽപ്പന ചെയ്ത ഈ അതിമനോഹരമായ അനുഭവത്തിൽ ക്വീൻ ഓഫ് ഹാർട്സ് കോട്ട, മാഡ് ഹൈറ്റേഴ്സ് ടീ പാർട്ടി തുടങ്ങിയ ഐതിഹാസിക രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന 10 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ ഐസ് എക്സിബിഷനുകളിൽ ഒന്ന്. വീണ്ടും വീണ്ടും ഓരോ കറങ്ങി ഓടുന്ന റൈഡുകൾ. ഇതിന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ അതിൽ കറങ്ങുന്നവരുടെ കൂട്ടക്കരച്ചിൽ കേൾക്കാം. വെറുതെ എന്തിനാ കാശ് കൊടുത്ത് കരയുന്നത്? ഇത് കൊള്ളാം. കൃത്യസ്ഥലത്ത് ഷൂട്ട് ചെയ്താൽ സമ്മാനം കിട്ടും. പക്ഷെ സമ്മാനം പാവയാണ്. പാവകൾ വീട്ടിൽ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഇതും തൽക്കാലം വേണ്ടെന്ന് വെച്ചു. അതിൽ നിന്നും വ്യത്യസ്തമായി ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതിനകത്ത് ഒഴുകി നടക്കുന്ന സാന്താ താറാവുകളെ പിടിക്കുന്ന കളിയാണ്. പക്ഷേ ഇവിടെ സമ്മാനം പാവകൾ തന്നെ. കൂടെ നടക്കുന്ന കുട്ടികൾക്ക് അധികം മുഖം കൊടുക്കുന്നില്ല. വെറുതെ എന്തിനാ പണി മേടിക്കുന്നത്? ഈ സ്റ്റോളിലാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഹോട്ട് ഡോഗ്സ് ഉണ്ടാക്കി കൊടുക്കുവാണ്. ഗ്രിൽ ചെയ്ത് സോസേജ് അടുക്കി വെച്ചിരിക്കുന്നു. തിരിഞ്ഞ് ആകാശത്തേക്ക് നോക്കിയപ്പോൾ 8 കാലി വലയിൽ തൂങ്ങി ആടും പോലെ 16 കാലിൽ ഓരോ കാലിലും 2 പേരെ കയറ്റിയിരുത്തി കൊന്നത്തെങ്ങിന്റെ പൊക്കത്തെ കൊണ്ടുപോയി കറക്കുന്നു. 85 മീറ്റർ ഉയരത്തിലാണ് ഇതിന്റെ ഹൈറ്റ്. ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ചയായാലും ലക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. ഇത് കണ്ടാ പേടിയൊന്നുമില്ല, കേറിയാലേ ഉള്ളു പേടി. ഇടയ്ക്കൊരു ആശ്വാസമായി ആവി പറക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് ചീസ് സോസ് പെങ്ങളും ആങ്ങളെയും കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്ന മധുര മനോഹര മനോജ്ഞമായ കാഴ്ച. മുമ്പേ പറഞ്ഞില്ലേ, പിണക്കമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇടിക്കണ്ട എന്ന് പറഞ്ഞ മറ്റേ ബമ്പർ കാറ്. പക്ഷേ പിണക്കമില്ലേലും കയറാൻ കേട്ടോ. പിള്ളേർ കയറിയിട്ടുണ്ട്. ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരു മാസ്റ്ററുമുണ്ട്. ആദ്യം വഴിക്ക് വെച്ച് മാസ്റ്റർ ചാടി രക്ഷപ്പെട്ടു. ഇനി അങ്ങോട്ട് ഇടിയുടെ ബളഹമാണ്. സ്റ്റിയറിംഗ് കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ള പിള്ളേരുടെ ആവേശം കണ്ടില്ലേ? ഇതാ പറഞ്ഞേ, പിള്ളേരെന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒക്കുന്നതാണെങ്കിൽ അതങ്ങ് സാധിപ്പിച്ചു കൊടുത്തേക്കണം. വല്ലപ്പോഴും മതി, എപ്പോഴൊന്നും വേണ്ട. എക്സ്പ്ലോറേഴ്സ് റെസ്റ്റ് ആൽപൈൻ ബാർ. നിറച്ച ആൾക്കാരൊക്കെ ഇരുന്ന് കുടിച്ച് റെസ്റ്റ് എടുക്കുന്നു. ഇതും നമ്മുടെ വകുപ്പിൽപ്പെടുന്ന ഐറ്റം അല്ല. 1 ബോളിന് £3, 5 ബോളിന് £10. സാന്താ പോട്സ്.
എറിഞ്ഞ് കുഴിയിലിട്ടാൽ കിട്ടും പ്രൈസ്. പക്ഷെ വേണ്ട, കണ്ടു നിൽക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. മാത്രവുമല്ല, മറ്റുള്ളവരുടെ വിജയങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു നല്ല മനസ്സിന് കൂടി ഉടമയാണ്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഐസ് ബക്കറ്റ് ചലഞ്ച് എന്ന സ്റ്റാളിന് മുമ്പിലെത്തി. അവിടെ നിൽക്കുന്ന ഫാമിലിക്ക് ഒരു വലിയ പാവക്കുട്ടിയെ കിട്ടി. എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്താലോ? അങ്ങനെ ആ ബോൾ വാങ്ങി ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഏറ്റവും താത്തെറിഞ്ഞു. എന്തിന്? ആ ബാസ്ക്കറ്റ് വീഴാൻ. പക്ഷെ പണിപാളി, ബോള് കൂടക്കി വെളിയിൽ പോയി. അപ്പൊ അങ്ങനെയല്ല, ഏറ്റവും പൊക്കി എറിയണമെന്ന് അവിടെ നിൽക്കുന്ന ആള് പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ പൊക്കി എറിഞ്ഞു, അപ്പോഴും വെളിയിൽ പോയി. എന്നാ പിന്നെ ഇതിന്റെ ഇടഭാഗത്ത് എറിയാമെന്ന് കരുതി, അപ്പോഴും പോയി വെളിയിൽ. ബോളും തീർന്നു, കാശും പോയി. അല്ലെങ്കിലും ഗിഫ്റ്റ് കിട്ടാനൊന്നും അല്ല കളിച്ചത്. എന്നാലും ചെറിയൊരു വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റൂല. അടുത്തത് സിഡ്നിയുടെ ഐതിഹാസിക ജെയിന്റ് ഒബ്സർവേഷൻ വീലാണ്. അതിൽ കറങ്ങി 70 മീറ്റർ മുകളിലെത്തിയാൽ നിറങ്ങളാലും വെളിച്ചത്താലും തിളങ്ങുന്ന ഈ സ്ഥലം മുഴുവനും ഒറ്റയടിക്ക് ഒരു ആകാശ ദൃശ്യം കാണാം. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ നിറയെ ഫുഡ് സ്റ്റാളുകൾ തിങ്ങിയ സ്ട്രീറ്റ് ഫുഡ് വില്ലേജ് എന്നൊരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. കുട്ടികളുമായി ചീസ് കൊണ്ട് നിറഞ്ഞ ഫുഡ് ഉണ്ടാക്കുന്ന മാക് ഫാക്ടറിയിൽ കയറി അവിടുത്തെ ഷെഫ് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഇങ്ങനെ ആവി പറക്കുകയാണ്. സ്വാദിഷ്ടവും തികച്ചും ചീസിയുമായ നൊസ്റ്റാൾജിക്ക് ചെഡാർ ചീസ്, മൊസറല്ല എന്നിവയുടെ ക്ലാസിക് ചീസ് മിശ്രിതം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഫുഡ്. വിന്റർ വണ്ടർലാൻഡിൽ നിരവധി റെസ്റ്റോറന്റുകൾ, ബാറുകൾ, ഫുഡ് സ്റ്റാളുകൾ എന്നിവയുണ്ട്. രുചികരമായ ഭക്ഷണം, അതിപ്പോ ചെറിയ ചിപ്സ് മുതൽ പോർക്ക്, വൈൻ അല്ലെങ്കിൽ ചൂടുള്ള ചോക്ലേറ്റ്, അങ്ങനെ എല്ലാ തരം സാധനവും ഇവിടെ ലഭ്യമാണ്. സാന്താക്ലോസിന്റെ ഡ്രസ്സ് ധരിച്ച ഒരു ബഡാ അസ്ഥികൂടം പേടിപ്പിക്കാനുള്ള ഗോസ്റ്റ് വിത്ത് വയലിൻ. അടുത്ത് തന്നെ അഡ്വഞ്ചർ റൈഡുകൾ ഉൾക്കൊള്ളുന്ന കുട്ടികളെയൊക്കെ പേടിപ്പിക്കാനുള്ള ഒരു ഹോണ്ടഡ് മാൻഷൻ ഉണ്ട്. പട പേടിച്ച് പന്താത്തി എന്നപ്പോ പന്തവും കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ കാര്യം. 11 പൗണ്ട് ചെലവഴിച്ചാൽ ദേ കാണുന്ന മ്യൂണിച്ച് ലൂപ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യാം. കണ്ടില്ലേ, ഇതാണ് സംഗതി. പ്രശസ്തമായ മ്യൂണിച്ച് ലൂപ്പിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ടബിൾ റോളർ കോസ്റ്റർ റൈഡാണ്. 5 വളയങ്ങളും തിരിഞ്ഞും മറിഞ്ഞും പൊളഞ്ഞും പോകുന്ന നീണ്ടു ചുറ്റിയ പാളങ്ങളും നിറഞ്ഞ ട്രാക്കിലൂടെ നേരെയും തലയും കുത്തിയൊക്കെ ചീറിപ്പായുന്ന കാറുകൾ. സംഗതി അടിപൊളിയാണ്, കളറാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ കേറുന്നില്ല. പേടിയായിട്ടൊന്നും അല്ല കേട്ടോ, മെച്യൂരിറ്റി. ആഹാ, കിടക്കുന്നേ ഉള്ളൂ. അല്പം കൂടെ മെച്യൂരിറ്റി വേണ്ട ഭാഗം ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. പിള്ളേരെല്ലാം ഫുൾ എയറിലാണ്. ഇത് കണ്ടിട്ട് തന്നെ തല ചുറ്റുന്നോ എന്നൊരു സംശയമുണ്ട്. വീഡിയോ കണ്ടിട്ടേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ദേ ഒരു ഫാമിലി കളിക്കുന്നു, ആവേശകരമായ കളി. ഒറ്റ എയറിന് 3/4 താഴെ ഇട്ടു. ഇത് കണ്ടിട്ട് വേണം ഒരു കളിയെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് ജയിക്കാൻ. അവരുടെ ലാസ്റ്റ് ബോൾ പോയി. കൊള്ളത്തില്ല. അല്ല, എറിഞ്ഞാ കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്. ബോളിന്റെ കുഴപ്പമാ, അല്ലെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ല. ഇത് പിന്നെ ആ വഴിക്കേ പോയില്ല. വേണ്ട കുറെ പേരെ തൈര് കടയം പോലെ തൂക്കി കറക്കിയിട്ട് ആട്ടുന്നു. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നെയ്യ് പുറത്തു വരും. ഇത് ഭയങ്കര ഭീകരമാണ്. 65 മീറ്റർ ഉയരത്തില് 360 ഡിഗ്രി കറങ്ങി പോവുക, പിന്നെയും താഴെ വരിക. ഇതേ കയറിയ പരലോകവും കാണാനൊക്കും എന്നാണ് പറയുന്നത്. ഗെറ്റ് ദ ഫീലിംഗ് ഓഫ് പ്യുവർ അഡ്രിനാലിൻ എന്നാണ് ഇതിന്റെ ടാഗ് ലൈന്. ഇറങ്ങാൻ നേരം ഒരു പെരുപ്പ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ മെച്യൂരിറ്റി ഉള്ള ഒരു ഗെയിമിൽ കയറി. ഹെവി ആക്ടിവിറ്റീസ്. പിള്ളേർക്ക് അത്ര പോരായെങ്കിലും ഉള്ളതാവട്ടെ എന്ന് കരുതി അവർ സന്തോഷിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഈ കുലുക്കം കൂടി ഇല്ലായിരുന്നെങ്കിൽ നല്ല മെച്യൂരിറ്റി വന്നേനെ. ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. ലണ്ടൻ ട്രെയിൽസിന്റെ ചുണക്കുട്ടികൾ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കുലുക്കം, കയറ്റം, കറക്കൽ, തിരുമൽ, പിഴിയൽ എന്നീ നാടൻ കലാപരിപാടികളുടെ പരിഷ്കൃത രൂപമാണ്. നിങ്ങളുടെ അനുഗ്രഹാശിസ്സുകളോടെ സവിനയം സമർപ്പിക്കുന്നു.
മുകളിലെത്തിയപ്പോൾ കാണാം ഇതിന്റെ ടോപ്പ് വ്യൂ. പരിപാടി ഗംഭീരമാണ്. എന്തുമാത്രം ആളാണ് അല്ലേ. എല്ലാവരും ആഘോഷ തിമിർപ്പിലാണ്. പിള്ളേര് കുഴയിൽ കൂടെ ഇറങ്ങിപ്പോയി. എങ്ങാനും ഇടയ്ക്ക് പോയി സ്റ്റക്കായാലോ എന്നൊരു മെച്യൂരിറ്റി. അത് ആലോചിച്ചുകൊണ്ട് താഴെ എത്തി പിള്ളേരെ കളക്ട് ചെയ്തു. ഉയർന്ന സാഹസിക സവാരികൾ മുതൽ കുടുംബ സൗഹൃദ പെർഫോമൻസുകൾ വരെ, ക്ലാസിക് ഉത്സവ വിരുന്നുകൾ മുതൽ ലണ്ടൻ സ്ട്രീറ്റ് ഫുഡ് രംഗത്തെ ഏറ്റവും നവീന ട്രെൻഡുകൾ വരെ, ആസ്വാദ്യകരമായ ഫയർ പിറ്റ് ബാറുകൾ മുതൽ ഫാന്റസി കഥകളിലെ ഐസ് രാജ്യങ്ങൾ വരെ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഇവിടെ ഉറപ്പാണ്. ശൈത്യകാലത്ത് ക്രിസ്മസ് ദിനം ഒഴികെ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഇവിടെ ഈ ഇവന്റ് കാണും. അവസാന എൻട്രി രാത്രി 9:30-ക്കാണ്. ഒഴിവ് സമയങ്ങളിൽ കുടുംബമായി പകൽ സമയത്ത് സൂര്യന്റെ വെളിച്ചത്തിൽ എക്സ്പ്ലോർ ചെയ്യാം. രാത്രിയായാൽ പിന്നെ വർണ്ണശബളമായ അലങ്കാര ബൾബുകളുടെ വെളിച്ചത്തിൽ ഇതൊരു വിസ്മയ ലോകമായി മാറും. Marshmallow world in the winter, I weather it the whole year round, like a pumpkin hat. ക്രിസ്മസ് ട്രീ ഉപയോഗിച്ചുള്ള ഈ ഐഡിയ കൊള്ളാം. എല്ലായിടത്തും ക്രിസ്മസ് ട്രീകൾ മഞ്ഞിൽ പൊറിഞ്ഞു നിൽക്കുന്ന അവതരണം. കാൻഡീസ് ആൻഡ് ഐസ്ക്രീംസ്. അടുത്തത് ഐസ്ക്രീം ട്രൈ ചെയ്യട്ടെ. പിന്നെയും ചില ഫുഡ് ആസ്വദിക്കുകയാണ്. ഇരുട്ടിൽ നിറഞ്ഞ കളർ ലൈറ്റുകളുടെ അകമ്പടിയോടെ ഒരു രസകരമായ ചില നടത്തങ്ങളും പിന്നെയും കാഴ്ചകളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുവാണ്. അറിവുകൾ നിറഞ്ഞ വീഡിയോസിനൊപ്പം ഇത്തരം രസകരമായ യാത്രാനുഭവങ്ങളും ഞങ്ങൾ പങ്കുവെക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.